morning, dear students. Prayer. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡെസിമൽസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് 10th പ്ലേസിലുള്ളത്, അതായത് 1/10 വരുന്ന പ്ലേസിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന പ്ലേസിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയത്. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ 100th ആൻഡ് 1000th പ്ലേസ്. ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ എഴുതി 88/100 ഇങ്ങനെ വരുന്നതാണ് 100 പ്ലേസ്. അതുപോലെ ഡിവൈഡഡ് ബൈ 1000 വരുന്നത് 1000th പ്ലേസിൽ വരുന്നതാണ്. സോ 961/1000 ഇത് 1000th പ്ലേസിൽ വരുന്ന അതിൻ്റെ എക്സ്പാൻഷൻ ഫോം എഴുതുമ്പോൾ നമ്മളിങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. എക്സസൈസ് 8.1 നമ്മൾ ഇതുപോലെ നമ്പേഴ്സ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതിയത് നോക്കിയായിരുന്നു അല്ലേ. അപ്പോൾ ഇത് 100ൻ്റെ ബ്ലോക്കാണ് 100 പ്ലേസിൽ വരുന്നത്. ഇത് 10th പ്ലേസിൻ്റെ, ഇത് ആഫ്റ്റർ ഡെസിമൽ നമ്പർ കഴിഞ്ഞുള്ള ഫസ്റ്റ് പൊസിഷൻ, ദാറ്റ് ഈസ് 10th പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ 100, ഇതിപ്പോൾ നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് 10th പൊസിഷനിൽ വരുന്നതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചത്. ഇതുപോലെ നമ്മൾ 100ത്തിനും ഫിഗർ ഇതുപോലെ ഡ്രോ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാന്ന് ഇവിടെ നോക്കിക്കേ. ഇവിടെ നമ്മൾ ഇതിനെ ഒരു ഹോൾ പാർട്ടായിട്ട്, ഇത് എത്രയുണ്ട്, ഇതൊരു 1 ഹോൾ പാർട്ടായിട്ട് ഈ സ്ക്വയറിനെ എടുത്തു. ഇനി ഈ സ്ക്വയറിനെ നമ്മൾ 100 സ്മോൾ സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ആദ്യം ഇവിടെ ഇങ്ങോട്ട് 10 കോളംസ് ആക്കി, പിന്നെ ഇങ്ങോട്ടും 10 വരച്ചു. അങ്ങനെ ടോട്ടൽ എത്രയുണ്ട്, ഇപ്പോൾ ഇവിടെ 100 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എത്രയായി റെപ്രസെൻ്റ് ചെയ്യുന്നത്, 100നെയാണ് ഈ 1 ഹോൾ പാർട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 100 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു സ്ക്വയറിനെ അല്ലെ എന്തിനേലും ഈക്വലായിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കളർ ചെയ്ത ഭാഗത്തിനെ നമ്മൾ എങ്ങനെ എഴുതും. ഇപ്പം ഇവിടെ ഒരെണ്ണേ കളർ ചെയ്തിട്ടുള്ളൂ, ഇതെങ്ങനെ നമ്മൾ എഴുതും, 1/100. അതുപോലെ ഇവിടെ തന്നിട്ടുണ്ട്, ഇതെങ്ങനെ നമ്മൾ എഴുതും, ഇവിടെ 8 എണ്ണം നമ്മൾ കളർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ 8/100. ഇങ്ങനെയാണ് നമ്മൾ അതായത് ആഫ്റ്റർ പോയിന്റ് കഴിഞ്ഞുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോ ചെയ്യുന്നത്. ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോ, നമ്മളിപ്പോൾ നോക്കിയ ബ്ലോക്കും ഈ ബ്ലോക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് നമ്മുടെ 100th പ്ലേസിൽ വരുന്നതാണ് കേട്ടോ. 100th പ്ലേസിൽ നമ്മൾ 110 എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഈ ബ്ലോക്ക് എന്ന് പറയുന്നതാണ് ആഫ്റ്റർ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ 100th പ്ലേസിൽ വരുന്നത്. അപ്പോൾ ഇതൊരു സ്ക്വയർ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് 8/100. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതെങ്ങനെ നമ്മൾ എഴുതും. ഇത് നോക്കിക്കേ, ഇതിൻ്റെ ഒരു കോളം ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട് കളറ്. അതിനെ നമ്മൾ 10 ആയിട്ട് 10th പ്ലേസിലാണ് വരുന്ന ഈ നമ്പർ കേട്ടോ. ഇങ്ങനെ ഫുള്ള് നമ്മൾ എത്ര എണ്ണം ചെയ്യുന്നുണ്ടോ അതൊക്കെ കൗണ്ട് ചെയ്ത് 10th TENTH, യെസ്, അതായത് നമ്മൾ ഡെസിമൽ നമ്പർ കഴിഞ്ഞ് ആദ്യത്തെ പൊസിഷനിലാണ് ഇത് വരുന്നത്. ഇതാണ് 100th പൊസിഷനിൽ വരുന്നത്. ഇത് ശരിക്കും 15 അല്ലേ, 15/100 ആണ് ഇതിൻ്റെ മീനിങ് കേട്ടോ. ഇതാണെങ്കിലോ 1 2 3 4 5 എണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്, 50/100 എന്ന് വരും. അതിൽ 5 ഏത് പ്ലേസിലാണ് വരുന്നത്, 10th പ്ലേസിൽ. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഫുൾ ഫില്ല് ചെയ്ത 10thകളെല്ലാം ഏത് പ്ലേസിൽ വരും, ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഉടനെ വരുന്ന നമ്പർ. അത് ഫുൾ ഫില്ല് ചെയ്യാത്ത ഇതായിരിക്കും നമ്മൾ 100th പ്ലേസിൽ വരുന്നത്. Now take a textbook, page 173, exercise 8.2. Complete the table with the help of these boxes and use decimals to write the number. അപ്പോൾ അവിടെ ബോക്സ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നമ്പർ എഴുതാൻ. എന്നിട്ട് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എഴുതണം. ഇവിടെ നിങ്ങൾക്ക് ഓരോ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എയുടെ പിക്ചർ, ഇത് ബിയുടെ. ഈ 2 കോളംസും ബിക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. അതുപോലെ ഇത് സിയുടെ നമ്പറാണ്. ഇത് നമ്മളിവിടെ നോക്കിക്കേ, ഇവിടെ ഈ 100 ആയിട്ട് ഈ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്തു. എത്ര ഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ട്, 10th വരുന്നത്. അതായത് ഇവിടെ വൺസ് നമ്മൾ പോയിന്റിന് മുമ്പ് 1th പ്ലേസിൽ എന്തെങ്കിലും ഉണ്ടോ, പോയിന്റിന് മുമ്പ് 1th പ്ലേസിൽ എഴുതണമായിരുന്നെങ്കിൽ ഒരു ഫുൾ ബ്ലോക്ക് ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ കളർ ചെയ്തിരിക്കണം.
അപ്പോൾ ഇതാണ് വൺസ് പ്ലേസിൽ, ഇത് 1 എന്ന് വരും. അതായത് ഇത് 100-ൽ 100ഉം ഫില്ല് ചെയ്തിരിക്കുക. 100/100 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 1. ഒരു നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ മീനിങ് 1 ആണ്, നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതത് വൺസ് പ്ലേസിൽ വരും. കാരണം 100 കോളംസും ഇവിടെ ഡോട്ടിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 100/100 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 1. അത് ഈ വൺസ് പ്ലേസിൽ എഴുതണം. പക്ഷെ ഇവിടെ അങ്ങനെയുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ വൺസ് പ്ലേസിൽ എന്ത് കൊടുക്കണം? 0. ഇനി 10th, ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 10th പ്ലേസിൽ ഇവിടെ 1 2 കോളം കംപ്ലീറ്റ് ആയിട്ട് 10ഉം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് അങ്ങനെ? 2. അപ്പോൾ നമ്മളിവിടെ 10th പ്ലേസിൽ 2 എന്ന് എഴുതും. ഇനി നമ്മൾ 100th പ്ലേസിൽ എന്ത് കൊടുക്കും? ഇത് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യും. 1 2 3 4 5 6. അപ്പോൾ നമ്മളിവിടെ 6 എന്ന് എഴുതും. അപ്പം നമ്പർ എന്താണ്? നമ്പർ 0.26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. ബിയിൽ നോക്കിയാൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ 100 കോളംസും ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം 100/100 എന്ന് പറഞ്ഞാൽ 1. സോ വൺസ് പ്ലേസിൽ 1. നെക്സ്റ്റ് ഫുൾ കോളം ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ടാണെങ്കിലും 10th ആണല്ലോ. അപ്പോൾ 10th പ്ലേസിൽ ഇങ്ങോട്ട് 10th കോളംസ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങോട്ട് ഫില്ല് ചെയ്താലും നമ്മളിതിനെ 10th എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ട്? അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 10th ഇവിടെ 3 കൊടുക്കുക. ഇനി ഫുള്ള് ഫില്ല് ചെയ്യാത്ത ഇവിടെ കൗണ്ട് ചെയ്തെടുക്കുക. അത് 8 ഉണ്ട്. അപ്പോൾ ഇവിടെ 8 കൊടുക്കുക. അപ്പോൾ ഈ നമ്പർ 1.38 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, ഇനി അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഫുൾ അങ്ങ് കൗണ്ട് ചെയ്താൽ ഇത് ഫുള്ള് 38 ആണ്. എന്നിട്ട് കൊണ്ടുപോയി 38 ഇവിടെ 3 ഇവിടെ 8ഉം കൂടെ എഴുതിയാലും മതി കേട്ടോ. അല്ലാണ്ട് ഇതിനി ഫില്ല് ചെയ്തത് കംപ്ലീറ്റ് എന്ന് നോക്കണം. ഇത് എങ്ങനെ ഇത് വായിക്കും? ഇത് ഫുള്ള് 38/100 ആണ്. അതായത് 3 ഇവിടെ എഴുതുക, 8 ഇവിടെ എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് 1.38 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ലൈക്ക് ക്വസ്റ്റ്യൻ ബി. സി നോക്കിക്കേ. അവിടെ ഫുൾ കോളം 100 ഫുൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ വൺസ് പ്ലേസിൽ 1. സെക്കൻഡ് ബോക്സിൽ 2 10th ഫുള്ള് 10 കോളംസ് ഫുള്ള് ഫില്ല് ചെയ്ത് 2 ഉണ്ട്. പിന്നെ 8 കോളം അല്ലാതെ ഫില്ല് ചെയ്തിട്ടുണ്ട്. 10th കംപ്ലീറ്റ് ആയിട്ടില്ല. അത് 28നെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്. അത് 28/100. അതായത് നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചിട്ടില്ലേ, ഒരു സ്ക്വയറിനെ അല്ലെ എന്തെങ്കിലുമൊക്കെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ടോട്ടൽ പാർട്ട് ഡിനോമിനേറ്റർ ആയിട്ടും നമ്മൾ ഫില്ല് ചെയ്ത പോർഷൻ ന്യൂമറേറ്റർ ആയിട്ട് എഴുതും. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ ഇതിനെ 100 സ്മോൾ സ്ക്വയേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്തു. അതിൽ ഫില്ല് ചെയ്തത് 28 ആണ്. അപ്പോൾ അത് 28/100 ആണ്. അത് ഡെസിമൽ അല്ലേ? അത് 0.28 എന്നാണ് അത് വരുന്നത് അല്ലേ? 2ഉം 8ഉം എഴുതി. അപ്പോൾ ആ നമ്പർ എന്ന് പറയുന്നത് 1.28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനൊരു കാര്യം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ് എങ്ങനെയാണ് ഡെസിമൽ പോയിന്റ് കൊടുക്കുന്നതെന്ന്. ഇത് ഇന്ന് 100th 1000s പഠിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. 81/100 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊടുക്കും? ഡിനോമിനേറ്ററിൽ 2 0 ആണ്. നമ്മുടെ ന്യൂമറേറ്റർ എഴുതുക. റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ്സ് മാറ്റി പോയിന്റ് കൊടുക്കുക. 81/100 എന്ന് പറഞ്ഞാൽ 0.81. അതുപോലെ ഇവിടെ 1000 ആണ്. 961/1000. ഡിനോമിനേറ്ററിൽ 3 zeros. സോ എത്ര സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം? റൈറ്റ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റ്സ് മാറ്റി പോയിന്റ് കൊടുക്കുക. സോ ദിസ് ഈസ് 0.961. ഇനി ഇവിടെ ഞാൻ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ ഹോൾ നമ്പർ പാർട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഒരു കാണാനുള്ള ഭംഗിക്ക് എഴുതാനുള്ള ആ ഒരു ഇതിനൊക്കെ വേണ്ടി നമ്മൾ 0.81 0.961. അപ്പോൾ നമ്മൾ ഇവിടെ വേറെ നമ്പറുകളൊന്നും വന്ന് തെറ്റൊന്നും പറ്റാതെ ഇരുന്നോളും. നമ്മൾ ഓൾറെഡി 0 ഇട്ട് കഴിഞ്ഞാൽ ഇനി അറിയാതെ എഴുതുമ്പോൾ ഇവിടെ വേറെ നമ്പറുകളൊന്നും വരാതെ കൺഫ്യൂഷൻ ഉണ്ടാകാതെ ഒക്കെ ഇരിക്കാൻ എന്ത് ചെയ്യും? 0 എന്ന് പറഞ്ഞാൽ നത്തിങ്, വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ 0.81 0.961 എന്നൊക്കെ എഴുതുന്നത്. Now question 2. Write the numbers given in the following place value table in decimal form. ഇപ്പോൾ പ്ലേസ് വാല്യൂ ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടെ 100s 10s 1s 10th 100th 1000 പ്ലേസ് വരെ ഇതാണ് പ്ലേസ് വാല്യൂ ബ്ലോക്സ്.
നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ഓരോ പ്ലേസിലെ നമ്പർ വരുന്നത് എടുത്ത് ഡെസിമൽ പോയിന്റ് വിട്ട് ചേർത്ത് എഴുതിയാൽ മാത്രം മതി. വേറെ ഒന്നും ഇവിടെ ബുദ്ധിമുട്ടായിട്ടുള്ളതില്ല. സോ ഹൺഡ്രഡ്സ് പ്ലേസിൽ 0 ആണ്, ടെൻസിൽ 0 ആണ്, വൺസ് പ്ലേസിൽ 3 ഉണ്ട്. ദെൻ ടെൻത് പ്ലേസ് വരുമ്പോൾ ഡെസിമൽ കൊടുക്കുക. അത് മാത്രം മറക്കാതിരുന്നാൽ മതി. ടെൻത് പ്ലേസിൽ 2, 100th പ്ലേസിൽ 5, 1000th പ്ലേസിൽ 0 മീൻസ് അവിടെ ഒന്നും ഇല്ലെന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 0 അപ്പൊ ഈ 0 ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് വാല്യൂ ഇല്ല. പോയിന്റ് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന 0ക്ക് വാല്യൂ ഇല്ല. സോ അവിടെ 3.25. നെക്സ്റ്റ് ഇതുപോലെ ബി 100 പ്ലേസിൽ 1, ദെൻ 10th പ്ലേസിൽ 0. ആ 0ക്ക് വാല്യൂ ഉണ്ട്, ആ 0 നമ്മൾ കൊടുത്തിരിക്കണം. ദെൻ വൺസ് പ്ലേസ് 2, ദെൻ പോയിന്റ് 1/10th പ്ലേസ് എഴുതുന്നതിന് മുമ്പ് അവിടെ പോയിന്റ് കൊടുക്കണം 6. ദെൻ 100th പ്ലേസ് 3, 1000th പ്ലേസിൽ 0. സോ ദാറ്റ് നമ്പർ ഈസ് 102.630. നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണം 0 കൂടെ കൊടുത്തു, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. അതുപോലെ സി എങ്ങനെ പറയും? 10th പ്ലേസിൽ 3, വൺസ് പ്ലേസിൽ 0. സോ 30.025. അവിടെ തന്നിരിക്കുന്ന ഡെസിമൽ വെറുതെ ഒന്ന് പോയിന്റ് ചേർക്കാൻ എഴുതിയാൽ മതി. 30.025. അടുത്ത ഈ 0ക്ക് വാല്യൂ ഉണ്ട്. ഇങ്ങനെ വരുന്ന 0കളൊക്കെ നമ്മൾ എഴുതണം. ഈ ഫസ്റ്റില് അല്ലെങ്കിൽ ലാസ്റ്റില് വരുന്ന 0 ആണ് മിസ് എഴുതണ്ടെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. നെക്സ്റ്റ് ഡി 211,902. 200 പ്ലേസ് 10th പ്ലേസിൽ 1, വൺസ് പ്ലേസിൽ 1. സോ ദാറ്റ് ഈസ് 211.902. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ 10th പ്ലേസിൽ 1, വൺസ് പ്ലേസിൽ 2, പോയിന്റ് 10th പ്ലേസിൽ 2, 100th പ്ലേസ് 4, ആൻഡ് ലാസ്റ്റ് 1000th പ്ലേസിൽ 1. സോ 12.241. Next question 3. Write the following decimals in the place value table. ഈ ഡെസിമൽസ് ഒക്കെ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ പ്ലേസ് വാല്യൂ ടേബിളിൽ തന്നു, നമ്മൾ നമ്പർ ഡെസിമൽ ആക്കി എഴുതി. Here we need to write the given decimal numbers in place value table. So first draw place value table. സോ എനിക്ക് ബോർഡിന് വലിപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതിയിരിക്കുന്നത്. 100 പ്ലേസ്, 10s, 1s, 10th പ്ലേസ്, 100th പ്ലേസ്, 1000th പ്ലേസ്. അതായത് ഈ 1/10 മുതൽ നമ്മൾ പോയിന്റ് കഴിഞ്ഞുള്ള ഡെസിമൽസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.29. 0.29 ദാറ്റ് മീൻസ് 1 പ്ലേസ് 0. 29 പോയിന്റിന് ശേഷം ഫസ്റ്റ് നമ്പർ 1/10th പ്ലേസ്, സെക്കൻഡ് നമ്പർ 1/100th. 0.29. നെക്സ്റ്റ് 2.08 ദാറ്റ് ഈസ് 1 പ്ലേസ് 2, 1/10th place 0, 1/100 place 8. Next 19.60. So 10th place 1, 1's place 9. Then next 1/10th place 6, 1/100 place 0. Now next 148.32. 100 place 1, 10th place 4, then 1's place 8, 1/10th place 2, 1/100 place 1/10 place 3, 1/100 place 2. Next number 200.812. So 100 place 2, 10th place 0, 1's place 0, 1/10 place 8, 1/100 place 1, 1/1000 place 2. So ഇതാണ് ഡെസിമൽ നമ്പർ നമ്മൾ പ്ലേസ് വാല്യൂ ബോക്സിൽ. ഇനി ഇതിനകത്ത് ഒന്ന് തെറ്റ് പറ്റാതിരിക്കാൻ ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് 0 ഇല്ലാത്ത പ്ലേസ് ഒക്കെ നമുക്ക് 0 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വര ഇട്ടാലും മതി, അവിടെ ഇല്ല എന്നറിയിക്കാം. ഇനി അതൊന്നും ഇട്ടില്ലെങ്കിലും നോ പ്രോബ്ലം. ഇനി നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ 4th സ്റ്റാൻഡേർഡിൽ എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സ് റീഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഒന്ന് ഓർമ്മിപ്പിക്കാനാണ്. അപ്പോൾ ഡെസിമൽ നമ്പർ റീഡ് ചെയ്യുമ്പോൾ ഈ സൈഡ് ദാറ്റ് ഈസ് ഹോൾ നമ്പർ പാർട്ട്, ലെഫ്റ്റ് സൈഡ് നമ്മൾ സാധാരണ റീഡ് ചെയ്യുന്ന പോലെ 281. ഈ പോർഷൻ നിങ്ങൾക്ക് എപ്പോഴും അറിയാം. നമ്മൾ സാധാരണ നമ്പർ 281 പോയിന്റ്, ഇത് നമ്മൾ പോയിന്റ് എന്ന് തന്നെ പറയുക. ഈ പോയിന്റിന് ശേഷമുള്ള നമ്പർ
നമ്മൾ ഓരോന്നോരോന്ന് എടുത്തു പറയുവാണ്. അല്ലാതെ ഇത് 362 എന്ന് വായിക്കില്ല. അങ്ങനെ വായിച്ചാൽ തെറ്റാണ്. നമ്മൾ എന്ത് ചെയ്യണം? 281.362. ഇപ്പൊ നമ്പർ നെയിം എഴുതുകയാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ എഴുതാവുള്ളൂ. അല്ലാണ്ട് ഇത് 362 എന്ന് ആരും വായിക്കരുത്. എങ്ങനെ വേണം? 281.362. അപ്പൊ ഇങ്ങനെ ഡെസിമൽ നമ്പർ റീഡ് ചെയ്യുമ്പോഴും നമ്പർ നെയിം എഴുതുമ്പോഴും ഇതുപോലെ നമ്മൾ 362 എന്ന് തന്നെ എഴുതിയാൽ മതി. ഓക്കെ. Now question 4. Write each of the following as decimals. ഇത് എക്സ്പാൻഷൻ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 20 പ്ലസ് എ ക്വസ്റ്റ്യൻ 20 പ്ലസ് 9 പ്ലസ് 4/10 പ്ലസ് 1/100. അപ്പോൾ നമ്മൾ 20 പ്ലസ് 9 എന്താണ്? നമ്മൾ എക്സ്പാൻഡഡ് ഫോം സാധാരണ എഴുതുന്ന വൺസും ടെൻസും ആണ്. അപ്പോൾ 20 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 29. ദെൻ പുട്ട് പോയിന്റ് 4/10, അതായത് ഫസ്റ്റ് ഡെസിമൽ കഴിഞ്ഞാൽ ഫസ്റ്റ് പ്ലേസിൽ 4. ദെൻ 1/100, ദാറ്റ് ഈസ് ഡെസിമൽ കഴിഞ്ഞ് സെക്കൻഡ് പ്ലേസിൽ 1. ആ ഓർഡറിൽ നിങ്ങൾ എഴുതി പോയാൽ മതി കേട്ടോ. 29.41 അങ്ങനെ ഓർഡറിൽ എഴുതിയാൽ മതി. നെക്സ്റ്റ് ബി 137 പ്ലസ് 5/100. അവിടെ ശ്രദ്ധിച്ചേ, 137 എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് ഫോമിലല്ല തന്നിരിക്കുന്നത്. ഹോൾ നമ്പർ പാർട്ട് അതുപോലെ തന്നെ അങ്ങ് തന്നിരിക്കുവാണ്. ഡെസിമൽ പാർട്ട് എക്സ്പാൻഡഡ് ഫോമിൽ തന്നിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചേ, അവിടെ 5/100 ആണ്. അപ്പൊ അതിന് മുമ്പ് ഏതെങ്കിലും പ്ലേസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് എഴുതാവുള്ളൂ. വെറുതെ 137.5 എന്ന് എഴുതിയാൽ തെറ്റിപ്പോവും. കാരണം അത് 100th പ്ലേസിൽ വരുന്നതാണ്. അവിടെ 10th പ്ലേസ് ഉണ്ടോ? 10th പ്ലേസ് അവിടെ തന്നിട്ടില്ല, ആബ്സെന്റ് ആണ്. സോ 10th പ്ലേസിൽ നമ്മൾ 0 കൊടുക്കുക, എന്നിട്ട് വേണം 100th പ്ലേസിൽ എഴുതാൻ. സോ ദിസ് ഈസ് 137.05. Now question C 7/10 plus 6/100 plus 4/1000. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ആഫ്റ്റർ ഡെസിമൽ വരുന്ന നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഹോൾ നമ്പർ പാർട്ട് ഉണ്ടോ? ഇല്ല. സോ ഫസ്റ്റ് പുട്ട് 0, then point 0. 10th place 7, 100th place 6 and 1000th place 4. So this is 0.764. Now question number D 23 plus 2/10 plus 6/1000. So 23 is given in itself, that is given in not in expanded form. 23 expanded form ilalla. Then 23 point 10th place 2. Then 100th place, no, 100th place is absent, so put 0. Then 1000th place 6. So this is 23.206. And last question E 700 plus 20 plus 5 plus 9/100. So the full expanded formula is തന്നിരിക്കുന്നത്. So 700, 100th place 7, 10th place 2, then 5, 1's place 5, that is 725 point. After point 100th place is given, 10th place is absent, so put 0. Then 100th place 9. So this is 725.09. Now question 5. Write each of the following decimals in words. നമ്മൾ നമ്പർ നെയിം എഴുതില്ലേ, ആ നമ്പർ നെയിം ആണ് വേർഡ്സ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ സ്പെല്ലിംഗ് എഴുതണം നമ്പർ നെയിം. സോ അതെങ്ങനെയാണോ റീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്പർ നെയിം എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലേ, അതുപോലെ തന്നെ എഴുതുക. സോ ഹിയർ 0.03. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 0.03 ഇങ്ങനെ എഴുതാനാണ് പറഞ്ഞത് വേർഡ്സിൽ. സോ 0യുടെ സ്പെല്ലിംഗ് അറിയാം, പിന്നെ POINT .03. ഡെസിമൽ കഴിഞ്ഞുള്ളതൊക്കെ നമ്പർ അതുപോലെ എഴുതാവുള്ളൂ. ബി ക്വസ്റ്റ്യൻ 1.20. സോ 1.20 വായിക്കുന്നത് വേർഡ്സിൽ എഴുതിയേ ഉള്ളൂ. സി 108.56. സോ 108 ഇത് നമ്മൾ സാധാരണ നമ്പർ എഴുതുന്നതല്ലേ സ്പെല്ലിങ്. 108.56. അവിടെ ആരും 56 എന്ന് എഴുതരുത്, അത് റോങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡി 10.07. സോ 10.07. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇ 0.032. സോ 0.032. ഓക്കെ. Now question F 5.008. So 5.008.
Now question 6. Between which two numbers in the 10th place and on the number line does each of the given number line? എന്ന് വെച്ചാൽ എന്താണ്? Between which two numbers in the 10th place on the number line does each of the given number line? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ ഏതൊക്കെ 10th പ്ലേസിന് ഇടയ്ക്കാണ് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ ബിറ്റ്വീൻ വിച്ച് ഹോൾ നമ്പർ എന്ന് പഠിച്ചായിരുന്നു. ഹോൾ നമ്പർ എന്ന് ചോദിക്കാൻ കാരണം ഡെസിമൽ നമ്പർ ഫസ്റ്റ് ഡെസിമൽ മാത്രം, അതായത് 10th പ്ലേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ബിറ്റ്വീൻ ഏതൊക്കെ 10th പ്ലേസിന് ഇടയ്ക്കാണ് ഈ 100th പ്ലേസ് വരുന്ന നമ്പറുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നമ്പർ ലൈൻ ഡ്രോ ചെയ്താൽ നമുക്ക് 0യ്ക്കും 1നും ഇടയ്ക്ക് എങ്ങനെയാണിത് 0.1, 0.2, 0.3, 0.4 ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. അങ്ങനെ 1 വരെ, അതായത് 0യ്ക്കും 1നും ഇടയ്ക്കുള്ള സ്പേസ് നമ്മൾ സ്മോൾ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ റൂളറിൽ കാണുന്നത് പോലെ എന്നിട്ട് എങ്ങനെ കൊടുത്തു 0.1, 0.3, 0.4 അങ്ങനെ 0.9 വരെ കൊടുത്തു. ഇനി ഈ ഓരോ ഡെസിമൽ നമ്പറിന് ഇടയ്ക്കുള്ള ഭാഗം വീണ്ടും നമുക്ക് ഇങ്ങനെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇതിനിടയ്ക്കുള്ള ഭാഗം, അതായത് 0യ്ക്കും 0.1നും ഇടയ്ക്കുള്ള ഭാഗം നമുക്ക് ഇനിയും ഡിവൈഡ് ചെയ്യാം. അതായത് ഇതാണ് 0, ഇതാണ് 0.1 എന്ന് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും സ്പേസ് ഇട്ട് എഴുതുന്നത്. അല്ലാണ്ട് നമ്മളിതെല്ലാം അടുത്തടുത്താണ് ഇരിക്കുന്നത്. നമ്മൾ റൂളറിൽ ഇതുപോലെ അകലത്തിലാണോ ഇരിക്കുന്നത്? അല്ല, അടുത്തടുത്താണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ബോർഡിൽ വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പേസ് കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് റൂളറിൽ ഇരിക്കുന്ന പോലെ, അതുപോലെ മില്ലിമീറ്റർ ഉള്ള റൂളറുണ്ട് ചിലർക്ക്, അതിങ്ങനെ ഇതിനിടയ്ക്കൂടെ വീണ്ടും ചെറിയ വരകളുള്ള റൂളർ ചിലർക്കുണ്ട്. അതെടുത്ത് നോക്കിയാൽ മതി. അപ്പം 0യ്ക്കും ഈ 0.1നും ഇടയ്ക്ക് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോഴാണ് ഈ 100th പ്ലേസ് വരുന്നത്. ഓക്കെ, ഇതിനിടയ്ക്ക് നമുക്ക് 0 പോയിന്റ് നമ്മൾ വായിക്കും. 0.01, 0.02, 0.03, 0.04, 0.05 അങ്ങനെ എഴുതി ഇവിടെ 0.09 എന്നിട്ട് ഈ 0.1 വരും. അപ്പോൾ മനസ്സിലായോ? നമ്മൾ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ഭാഗം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് 0.1, 0.2, 0.3 എന്ന് എഴുതി. ഇതിനിടയ്ക്കുള്ള ഭാഗം വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോഴാണ് 100th പ്ലേസ് വരുന്നത്. അപ്പോൾ ഇനി നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് ഡെസിമൽ നമ്പർ എല്ലാം 100th പ്ലേസ് വരുന്നതാണ്. അപ്പോൾ ഏതൊക്കെ 10th പോയിന്റ് 10th പ്ലേസുകൾക്കിടയിലാണ് ഇത് കിടക്കുന്നതെന്നാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.06. 0.06 എവിടെ വരും? 0.06. അപ്പൊ ഇവിടെ 0 ആണ്. സോ 0 ഇവിടെ എടുത്തു. 0 കഴിഞ്ഞിട്ട് 0.06 അത് എവിടെ വരും? ഇവിടെയാണ് വരുന്നത്. അപ്പൊ അത് ഏതിനൊക്കെ ഇടയ്ക്കാണ് വരുന്നത്? ഏതൊക്കെ 10th പ്ലേസിന് ഇടയ്ക്കാണ് വരുന്നത്? ഇവിടെ 0 ആണ് നമ്മുടെ സ്റ്റാർട്ടിങ്. ഇപ്പൊ നമ്പർ ലൈനിലെ സ്റ്റാർട്ടിങ് 0യ്ക്കും പിന്നെ ഏത് നമ്പറിന് ഇടയ്ക്ക് വരും? 0.1നും 0.1നും 0യ്ക്കും ഇടയ്ക്ക്. അപ്പൊ ഇതിനെ നമ്മൾ 0.1 എന്ന് പറയും, ഇത് 0 എന്നും പറയും. ഇതിനിടയ്ക്കാണ് ഈ 6 വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഏത് 10th പ്ലേസ് നമ്പറുകൾക്ക് ഇടയ്ക്കാണ് ഈ തന്നിരിക്കുന്ന നമ്പർ വരുന്നതെന്നാണ്. ഇത് ഏതിനൊക്കെ ഇടയ്ക്കാണ്? 0യ്ക്കും 0.1നും. ക്വസ്റ്റ്യൻ ബി 0.45. അപ്പൊ ഇതാണ് നമ്മുടെ നമ്പർ ലൈൻ ഡെസിമൽ നമ്പർ 10th പ്ലേസുകളുള്ള നമ്പർ ലൈൻ. അവിടെ നോക്കിയ 0, 0.1, 0.2, 0.3, 0.4. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന 10th പ്ലേസ് ഏതാണ്? 0.4. അപ്പൊ നമ്മൾ അങ്ങനെയാണ് നോക്കിയെടുക്കേണ്ടത്. 0.4ന് ശേഷം അതിനെ ഡിവൈഡ് ചെയ്തു. അതായത് ഇത് 0, 0.1, 0.2, 0.3, 0.4. ഇനി നമ്മൾ ഇതിനെ 10th പോർഷൻ ആക്കി ഇങ്ങനെ ഡിവൈഡ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും? 0.5 അല്ലേ വരണ്ടേ? 0.4 കഴിഞ്ഞാൽ എന്താ നമ്മളുടെ ഇവിടെ പ്ലേസിൽ വരേണ്ടത്? 0.5 ആണ്. ഈ 0.4നും 0.5നും ഇടയ്ക്ക് വരുന്ന പോർഷൻ നമ്മൾ വീണ്ടും 10 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എങ്ങനെ എഴുതും? അപ്പൊ ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. 0.41, 0.42, 0.43, 0.44, 0.45, 0.46 അങ്ങനെ പോകും. അപ്പൊ നമ്മളോട് ചോദിച്ച 0.45 എവിടെ വന്നല്ലോ?
അപ്പോൾ ബിറ്റ്വീൻ 0.4 ആൻഡ് 0.5 ദിസ് നമ്പർ ലൈ. മനസ്സിലായോ? 0.4നും 0.5നും ഇടയ്ക്കാണ് 0.45 വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി 0.19. അപ്പൊ നിങ്ങൾ ഇത്രയും നമ്പർ ലൈൻ എങ്ങനെയാണ് ഡ്രോ ചെയ്ത് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നത്. നിങ്ങൾ ഇതൊന്നും ഡ്രോ ചെയ്യേണ്ട, ഈസി ആയിട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരാം. 0.19 ഇതാണ് 10th പ്ലേസ്. സോ ഈ 0.1നും 0.2നും ഇടയ്ക്കായിരിക്കും ഈ നമ്പർ വരുന്നത്. അതായത് നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. എന്ത് ചെയ്യണം? 10th പ്ലേസ് ഏതാണെന്ന് നോക്കുക. 10th അതായത് ആഫ്റ്റർ പോയിന്റ് കഴിഞ്ഞുള്ളതാണ്. 10th അല്ല പറയുന്നത്, 10th ആ പറയുന്നത്. ഈ പോയിന്റ് നോക്കുക, ഇത് 0.1. ഇതിന്റെ തൊട്ട് വരുന്ന അടുത്ത ഡെസിമൽ ഏതായിരിക്കും? 0.2 ആയിരിക്കും. സോ ബിറ്റ്വീൻ 0.1നും 0.2നും ഇടയ്ക്കായിരിക്കും ഈ 0.19 വരുന്നത്. അത് ഈസിയാണ്. അതുപോലെ ഇങ്ങനെ ചെയ്ത് ഞാൻ എങ്ങനെയാണ് നമ്പർ ലൈൻ വരുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഇനി നിങ്ങൾ ഡ്രോ ചെയ്ത് ഒന്നും കണ്ടുപിടിക്കേണ്ട. ഈസി മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് 0.6 ആണ്. അപ്പൊ 0.6നും 6 കഴിഞ്ഞാൽ ഏത് വരുന്നത്? 7. അപ്പൊ ഈ നമ്പർ 0.6നും 0.7നും ഇടയ്ക്കായിരിക്കും. ഇതാണ് ഡി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 0.92 ആണ്. സോ ദിസ് ഈസ് ബിറ്റ്വീൻ, ഇത് വരുമ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കുക, 0.9നും 1നും ഇടയ്ക്കായിരിക്കും. 0.9 കഴിഞ്ഞാൽ പിന്നെ ഏത് ഡെസിമൽ നമ്പർ ഇതിങ്ങനെ നമ്മൾ എഴുതി പോവാ. 0.6, 0.7, 0.8, 0.9, then 1. അപ്പൊ ഇവിടെ ആണ് നമ്മൾ ഇതിങ്ങനെ 10 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതിലൊരു നമ്പറാണ്, ഇതിനിടയ്ക്ക് വരുന്ന നമ്പറാണ് 0.92. സോ ദിസ് ഈസ് ബിറ്റ്വീൻ 0.9 ആൻഡ് 1. അപ്പൊ ഇങ്ങനെ 0.9 വന്നാൽ നിങ്ങൾ അതിന് ഇപ്പൊ ഈ നമ്പർ ഏതാണെന്ന് ശ്രദ്ധിക്കുക. ഇത് 0 ആയതുകൊണ്ട് 0.9 കഴിഞ്ഞാൽ 1 ആണ്. ഇത് വേറെ ഏതെങ്കിലും നമ്പർ ആയിരുന്നെങ്കിൽ ഇവിടെ 1 ആണെങ്കിൽ 0.9 കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ 1.9 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 0.9നും 1.9നും 2നും ഇടയ്ക്കൊന്ന് എടുക്കണം. അത്ര നിങ്ങൾക്ക് ഇല്ല പഠിക്കാൻ, ഇതേ ഉള്ളൂ. നെക്സ്റ്റ് ഇവിടെ 5. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 0.5 കഴിഞ്ഞാൽ നെക്സ്റ്റ് 10th പ്ലേസ് വരുന്നത് 0.6 ആണ്. സോ ദിസ് നമ്പർ ബിറ്റ്വീൻ 0.5 ആൻഡ് 0.6. സോ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ ലൈൻ ഡ്രോ ചെയ്യുക. ഓരോ 0ക്കും 1നും ഇടയ്ക്കുള്ള പോർഷൻ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ് ഈ 0.1, 0.2, 0.3 എന്ന് പറയുന്നത്. ഇനി ആ 0.1നും 0.2നും ഇടയ്ക്കുള്ള സ്പേസ് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 100th പ്ലേസ് കിട്ടുന്നത്. അത് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1000th പ്ലേസ് കിട്ടുന്നത്. ഓക്കെ, സോ ഞാൻ എങ്ങനെയാണ് ഇതിനിടയ്ക്ക് ഡിവൈഡ് ചെയ്തതെന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ ഇതിന് ഏതിന് ബിറ്റ്വീൻ, ഏത് 10th പ്ലേസിന് ബിറ്റ്വീൻ ആണ് ഈ നമ്പർ വരുന്നതെന്ന് ചോദിച്ചാൽ 10th പ്ലേസ് എടുക്കുക. അതിന് നെക്സ്റ്റ് വരുന്ന 10th പ്ലേസ് ഏതാണെന്ന് നോക്കുക. അതിന് ബിറ്റ്വീൻ ആയിരിക്കും ഈ നമ്പർ. അപ്പോൾ ഇവിടെ 0.6 ആണ്. സോ 0.6നും 0.7നും ഇടയ്ക്ക്. ഇത് 0.5 ആണ്. 0.5നും 0.6നും ഇടയ്ക്ക്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ 10th പ്ലേസ് നോക്കുക, എഴുതുക. ഇനി 0.9 വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്പർ ശ്രദ്ധിച്ചോണം. 0.9 ആണ്. 0.9 കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന നമ്പർ 1 ആണ്. അപ്പൊ ഇത് മാത്രം 0.9നും 1നും ഇടയ്ക്കാണെന്നുള്ളത് ഓർത്തിരിക്കുക. Now question 7. Write as fractions in lowest terms. എന്ത് ചെയ്യണം? Write as fractions in lowest terms. ഫസ്റ്റ് നമ്മൾ ഫ്രാക്ഷൻസ് എഴുതി ലോവസ്റ്റ് ഫോമിൽ കാണിക്കണം എന്നേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെ ഫ്രാക്ഷൻ ആക്കുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ലോവസ്റ്റ് ഫോം കിട്ടും. സോ ഇതിനെ നമ്മൾ ഫസ്റ്റ് ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യുക. എങ്ങനെ ചെയ്യും? ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തന്നിരിക്കുന്ന നമ്പർ അങ്ങ് എഴുതുക. അപ്പൊ ഇവിടെ 0 പോയിന്റ് ആണ്. സോ ഈ 0യുടെ ആവശ്യമില്ല, 60 എഴുതുന്നു. ഇനി ബൈ ആഫ്റ്റർ പോയിന്റ് ഹൗ മെനി ഡിജിറ്റ്സ്? 2 ഡിജിറ്റ്സ്. സോ 100 100 ആണ് വരുന്നത്. 2 ഡിജിറ്റ്സ് ആഫ്റ്റർ പോയിന്റ് ഉണ്ടെങ്കിൽ 20 കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ HCF കാണുക. 60 100 both are even numbers. To take it to 30 50. Again 2. 30യുടെ half 15. 50യുടെ 25. Again take 5 because both are multiples of 5. 15 ഉം 25 ഉം 5ന്റെ multiples. 5 3s are 15. 5 5s are 25. So here HCF is 2 into 2 into 5. That is 20. 2 2s are 4. 4 into 5 20. So ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ 20 കൊണ്ട് ബോത്ത് ഡിനോമിനേറ്റർ ആണ് ന്യൂമറേറ്റർ,
ഡിവൈഡ് ചെയ്യുക. സോ 60/20. 20 × 3 ആണ് 60 കേട്ടോ. ഡിവൈഡ് ചെയ്ത് നിങ്ങൾ തന്നെ നോക്കിക്കോണം. സോ ഇവിടെ 3 വരും. അതുപോലെ 5 × 20 ആണ് 100. ഇവിടെ 5 വരും. സോ സിംപ്ലിഫൈ ചെയ്ത ഫോം, സിംപ്ലസ്റ്റ് ഫോം 3/5. സോ 0.60യുടെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഫ്രാക്ഷനിൽ 3/5 ആണ്. സോ എങ്ങനെയാണ് ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്യുന്നതെന്ന് 7th ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം കാണിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷൻ ആക്കി എഴുതുക. HCF ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടി എഴുതി HCF കാണുക. HCF കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഇതെല്ലാം ഫ്രാക്ഷൻ ആക്കി പറയാം. നിങ്ങൾ HCF കണ്ട് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. അതൊരു ഹോംവർക്കാണ്. സോ B 0.05. 0.05 നമ്മൾ ഈ 0 നമ്മൾ എഴുതാറില്ല. സോ 5 ആഫ്റ്റർ ഡെസിമൽ 2 ഡിജിറ്റ്സ്. സോ 100. ഇനി ആർക്കെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ 0 എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അവസാനം നിങ്ങൾ മായ്ച്ചാലോ അല്ല വീണ്ടും ഒന്നുകൂടെ റീറൈറ്റ് ചെയ്താൽ മതി 5/100 തെറ്റാതിരിക്കാൻ. നെക്സ്റ്റ് 0.75. സോ നമ്മൾ ഹോൾ നമ്പർ പാർട്ടിൽ ഒന്നുമില്ല. സോ 75 എഴുതുക ആഫ്റ്റർ ഡെസിമൽ 2 ഡിജിറ്റ്. സോ 75/100. നെക്സ്റ്റ് 0.18. സോ ദിസ് ഈസ് 18/100. നെക്സ്റ്റ് 0.25. എല്ലാം ഈസിയാണ്. 25/100. ജസ്റ്റ് 100 പ്ലേസ് പറയുന്നുള്ളൂ. നെക്സ്റ്റ് 0.125. So 125 divided by how many digits after decimal number? 3 digits. So put 1000. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ അങ്ങ് എഴുതുക. അതാണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിൽ തന്നിരിക്കുന്ന നമ്പർ പോയിന്റ് ഒന്നും ഇല്ലാതെ ന്യൂമറേറ്ററിൽ എഴുതണം കേട്ടോ. എന്നിട്ട് ഡിനോമിനേറ്ററിൽ ഏത് നമ്പർ വരണം? 10 ആണോ 100 ആണോ 1000 ആണോ 10,000 ആണോ തീരുമാനിക്കാൻ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ടോയെന്ന് എണ്ണി നോക്കുക. പോയിന്റിന് ഇവിടെ 3 ഡിജിറ്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് 30 കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ 2 ഡിജിറ്റ് ആണ് പോയിന്റിന് ശേഷം. സോ 100 കൊടുത്തു. അത്ര മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം HCF കണ്ട് സിംപ്ലിഫൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് വൺ മോർ ക്വസ്റ്റ്യൻ. G 0.066. അതെങ്ങനെ എഴുതും? 066 ബൈ എത്ര ഡെസിമൽ ഉണ്ട്? ഇപ്പോൾ ഡിജിറ്റ് ഉണ്ട്. ഡെസിമൽ കഴിഞ്ഞ് 3 ഡിജിറ്റ്. സോ 1000. സോ ദിസ് ഈസ് 66/1000. ഓക്കെ. സോ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. 86/1000. ഇതിനെ എങ്ങനെ നിങ്ങൾ ഡെസിമൽ ആക്കും? ഇവിടെ ഡെസിമൽ ആക്കാനുള്ള ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. 86/1000 എന്ത് ചെയ്യണം? ഈ 30 ഡിനോമിനേറ്ററിലുണ്ട്. അത്രയും പ്ലേസ് റൈറ്റ് സൈഡിൽ നിന്ന് മാറ്റി പോയിന്റ് കൊടുക്കണം. സോ നമ്മൾ 86 എഴുതി. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ന്യൂമറേറ്റർ അങ്ങ് എഴുതി വെക്കുക ആദ്യം. ഇനി പോയിന്റ് കൗണ്ട് ചെയ്യണം. ഇവിടെ 30 ഉണ്ട്. സോ 1 2 3യുടെ അവിടെ 3rd പ്ലേസിൽ നമ്പർ ഇല്ലാത്തതുകൊണ്ട് 0 കൊടുക്കുന്നു, പിന്നെ പോയിന്റ് കൊടുക്കുന്നു. ഇവിടെ കിട്ടിയോ? അപ്പൊ ഇതെങ്ങനെ തിരിച്ചെഴുതുമ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 86/1000 എന്ന് വന്നത്. കണ്ടോ എങ്ങനെയാന്ന്? അപ്പൊ ഇവിടെ 0 വരുന്നതിന്റെ എങ്ങനെയാ വന്നതെന്ന് പിടി കിട്ടിയല്ലോ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ന്യൂമറേറ്റർ എടുത്തെഴുതുക. എന്നിട്ട് നമ്പർ ഓഫ് സീറോസ് അനുസരിച്ച് റൈറ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യുക. എന്നിട്ട് എവിടെയെങ്കിലും തികയാതെ വന്നാൽ എന്ത് ചെയ്യണം? ഇവിടെയും 0 കൊടുക്കാവുള്ളൂ. ഈ സൈഡിൽ കൊണ്ടുപോയി 0 കൊടുത്തേക്കരുത്. ഈ സൈഡിൽ 0 കൊടുക്കുക. എന്നിട്ട് പോയിന്റ് കൊടുക്കുക. ആൻസറുകളൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. സ്റ്റഡി വെൽ. താങ്ക് യു.